ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് 3 വർഷമായിട്ടുള്ള 2023 ഞാനിവിടെ ജോയിൻ ചെയ്തത്. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഞാൻ ഫസ്റ്റ് കേട്ടത് എൻ്റെ കല്യാണത്തിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. രാമപ്രസാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അവരെ കയ്യിൽ നിന്നാണ് ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ അച്ഛസാറിനെ എല്ലാവർക്കും അറിയാം, നാട്ടിലാണെങ്കിലും അറിയാം, എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഹോസ്പിറ്റലുണ്ട്, അതിനെ കുറിച്ചിട്ട് കേട്ടറിവ് എനിക്ക് കല്യാണത്തിന്റെ മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്ത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ജോബ് ചെയ്യാതെ ഒരു അവസരം കിട്ടിയത്. ഇവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാം. ഇവിടെ ഉള്ളവരെ സുനിൽ അതുപോലെ കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ വന്നിട്ട് 2023 ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലായിട്ട് യാതൊരു ബന്ധപ്പെട്ടുള്ള ജോലികളും എനിക്കറിയില്ല. പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അഷിതയാണ് എന്നെ കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളത്. അഷിത, അതുപോലെ തന്നെ നമ്മുടെ ലീലാജി ചേച്ചി, പ്രസന്ന കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി. പിന്നെ വെച്ചാൽ ഇതിന്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്, അതുപോലെ വേറെ BPO സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ BSNL വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്ത വർക്കുകളേ അല്ല. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യും. നമ്മളെ തന്നിട്ടുള്ള വർക്ക് എന്താണോ അത് കഴിഞ്ഞിട്ട് പോവാം. നമുക്ക് തന്ന വർക്ക് മാത്രം ചെയ്യാം, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരുവിധം ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വർക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം നമുക്ക് വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും ഡോക്ടർ സുനിൽ സാറ് നമ്മുടെ ക്ലാസ്സിൽ, അതായത് ഇവിടെ എന്തൊക്കെ സർജറികളാണോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് ഇവിടെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ സ്റ്റാഫും, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ള ഇതിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ನನ್ನ ಜರ್ನಿ ಹೇಗೆ ಅಂತ ನಾನೊಂದು ಎಕ್ಸ್ಪೆಕ್ಟೇ ಮಾಡಿರಲಿಲ್ಲ. ಈ ಒಂದು ಏರಿಯಾಗೆ, ಅದು ನನ್ನ ಹುಟ್ಟಿದವರು ಆ್ಯಕ್ಚುಲಿ. ಇದು ನಾನು ಬೆಳೆದಿದ್ದೆಲ್ಲ ಉಪ್ಪಿನಂಗಡಿ, ಕರ್ನಾಟಕದಲ್ಲಿ ಬರ್ತಿದೆ. ಇಲ್ಲಿ ಒಂದು ಕೆಲಸಕ್ಕೆ ನಾನು ಸೇರ್ತೇನೆ ಅಂತೇಳಿ ಒಂದು ಕನಸಲ್ಲಿ ಕೂಡ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ಒಂದಿನ ನನಗೆ ದೊಡ್ಡಮ್ಮ ಹೇಳ್ತಾರೆ, KGN ಅಂತ ಉಂಟು ಸರ್, ನಿಜ ಗೊತ್ತಿಲ್ಲ. ಒಂದು ಕಣ್ಣು ಆಸ್ಪತ್ರೆ ಉಂಟು ಅಂತ ಗೊತ್ತಿತ್ತೆ ಹೊರತು ಅದು ಕೌಮುದಿ ಅಂತ ಒಂದು ಉಂಟು ಅಂತ ಗೊತ್ತಿರಲಿಲ್ಲ. ದೊಡ್ಡಮ್ಮ ಹೇಳ್ತಾರೆ, ಅಲ್ಲಿ ಸ್ವಾತಿ ಅಂತ ಒಬ್ಳು ವರ್ಕ್ ಮಾಡ್ತಿದ್ದಾರೆ, ಅವಳಿಗೆ ಮದುವೆ ಆಗ್ತಾ ಉಂಟು, ಸೊ ನೀನು ಹೋಗ್ತೀಯಾ? ಯಾಕಂದ್ರೆ ನಾನು ಜಾಬ್ಗೆ ಟ್ರೈ ಮಾಡ್ತಾ ಇರ್ತೇನೆ ಅವಾಗ. ಹಾಗೆ ಓಕೆ ನೋಡೋಣ, ಹೇಗೂ ನನ್ನ ಹಸ್ಬೆಂಡ್ಗೆ ವರ್ಕ್ ಫ್ರಮ್ ಹೋಮ್ ಇರೋದ್ರಿಂದ ಓಕೆ ಊರಲ್ಲೇ ಆದರೆ ಒಳ್ಳೇದಲ್ಲ ಅಂತ ಹೇಳಿ ಆಯ್ತು ಅಂತ ಹೇಳಿ ಬರ್ತೇನೆ. ರಶ್ಮಿ ಮ್ಯಾಮ್ ಇರ್ತಾರೆ, ಇಂಟರ್ವ್ಯೂ ಆಯಿತು. ಅಕ್ಟೋಬರ್ 28ಗೆ ಜಾಯ್ನ್ ಆಗ್ತೇನೆ ನಾನು ಲಾಸ್ಟ್ ಇಯರ್. ಸೊ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು ಕಲ್ತಿದ್ದೇನೆ. ಸುಮಾರು ಕೆಲಸಗಳು ಬಾಕಿ ಇತ್ತು ನಾನು ಬರೋವಾಗ. ಸೊ ಅದು ಬಾಕಿ ಇರ್ತಿರ್ಲಿಲ್ಲ ಅಂದರೆ ನಾನು ಇಷ್ಟು ಕಲಿತಾ ಇರಲಿಲ್ಲ. ಸೊ ಸ್ವಾತಿಗೊಂದು ಥ್ಯಾಂಕ್ಸ್ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ ನಾನು. ಆಮೇಲೆ ಇಲ್ಲಿ ನನಗೆ ತುಂಬ ಇಷ್ಟ ಆದದ್ದು ಎಂತ ಅಂದರೆ ಒಂದು ಸರೌಂಡಿಂಗ್ಸ್ ತುಂಬ ಕಾಮ್ ಆ್ಯಂಡ್ ಕ್ವೈಟ್, ಇಷ್ಟು ಮರಗಳ ನಡುವೆ ನನಗೆ ತುಂಬ ಇಷ್ಟ ಆ ಸರೌಂಡಿಂಗ್ ಇಂಥದ್ದಿದ್ರೆ. ಆಮೇಲೆ ಇಲ್ಲಿ ನಡೆಯುವಂಥ ಈಗ ಸುದರ್ಶನಂ ಆಗಿರ್ಬೋದು, ಮೆಡಿಟೇಷನ್ ಆಗಿರ್ಬೋದು, ಸತ್ಸಂಗಗಳು, ಇದೆಲ್ಲ ಎಲ್ಲ ಕಡೆ ಸಿಗುತ್ತಿಲ್ಲ ನನಗೆ. ಸೊ ಇದೆಲ್ಲ ತುಂಬ ಸ್ಪೆಷಲ್ KGN ಮಾತ್ರ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ ನಾನು. ಆಮೇಲೆ ತುಂಬ ಚಾಲೆಂಜಸ್ ಇತ್ತು ನನಗೆ ಇಲ್ಲಿ ವರ್ಕ್ ಮಾಡಲಿಕ್ಕೆ. ಅಂದರೆ ನನಗೆ ಫಸ್ಟ್ ಯಾರು ಇರಲಿಲ್ಲ ಅಕೌಂಟ್ಸಲ್ಲಿ ಹೆಲ್ಪ್ ಮಾಡಲಿಕ್ಕೆ. ಅಂದರೆ ಮುಂಚೆ ಏನಾಗಿತ್ತು ಈ ಲೆಕ್ಕ ಎಂತ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಸಹ ಯಾರು ಇರಲಿಲ್ಲ. ಸೊ ಆವಾಗ ನನಗೆ ತುಂಬ ಜನ ಹೆಲ್ಪ್ ಮಾಡಿದ್ದಾರೆ, ಸ್ಪೆಷಲಿ ಸುನಿ ಅಣ್ಣ ಆಗಿರ್ಬೋದು. ಸುಮಾರು 2018ರಲ್ಲಿ ಈ ಲೆಕ್ಕ ಇತ್ತು ಎಂತ ಅಂತ ಹೇಳಿದ್ರೆ ಅಫ್ಕೋರ್ಸ್ ಯಾರಿಗೂ ಗೊತ್ತಿರಲಿಲ್ಲ, ಬಟ್ ಅವರಿಗೆ ಹೆಚ್ಚಿನದ್ದು ಗೊತ್ತಿತ್ತು. ಸೊ ಅವರಿಗೆ ಹೆಲ್ಪ್ ಮಾಡ್ತಾನೆ, ನನಗೆ ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತಾನೆ.
ಮತ್ತೆ ಹೆಲ್ಪ್ ಮಾಡಿದ್ದಾರೆ ರಶ್ಮಿ ಅಕ್ಕ, ಭಾಗ್ಯಶ್ರೀ ಹೆಲ್ಪ್ ಮಾಡಿದ್ದಾಳೆ ಸ್ವಲ್ಪ, ಮತ್ತೆ ಇವಾಗ ಕವಿತಕ್ಕ ಬಂದಿದ್ದಾರೆ. ಸೊ ನಂಗೆ ಸ್ವಲ್ಪ ರಿಲೀಫ್ ಆಗಿದೆ. ಮತ್ತೆ ಸುನೀಲ್ ಸರಿಗೆ ಸ್ಪೆಷಲ್ ಥ್ಯಾಂಕ್ಸ್. ನಾನು ಕೆಲವೊಂದು ಕನ್ಫ್ಯೂಷನ್ ಸ್ಟೇಟಲ್ಲಿರುವಾಗ ಅವ್ರು ನನಗೆ ಹೆಲ್ಪ್ ಮಾಡಿದ್ದಾರೆ, ತುಂಬ ಗೈಡ್ ಮಾಡಿದ್ದಾರೆ. ಮತ್ತೆ ಎಲ್ರಿಗೂ ಥ್ಯಾಂಕ್ ಯು ಹೇಳ್ತಾ ನನ್ನ 2 ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ.